ഫ്രണ്ട്സ്, എല്ലാവർക്കും മാലിക് ഗാരേജ് 71 എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സെഡാൻ ടൈപ്പിൽ ഡീസൽ വേരിയൻറ്റിൽ വരുന്ന ഒരു അടിപൊളി കിടുക്കാച്ച് വാഹനം, യാത്രാ കംഫർട്ടും മൈലേജും എല്ലാം കൊണ്ടും ഒത്തൊരുങ്ങിയ ഒരു ടൊയോട്ടയുടെ അൾട്ടീസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നേരെ ഇനി കൂടുതൽ നമ്മൾ വലിച്ചു നീട്ടാതെ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. 1966 കൊറോള പുറത്തിറങ്ങുന്നത്. അതിനുശേഷം 1975 ആയപ്പോഴേക്കും ബെസ്റ്റ് സെല്ലിംഗ് കാറിൽ തന്നെ ഇടം പിടിച്ച ഒന്നാമനായി നിന്ന ഒരു വാഹനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനമാണ് കൊറോള എന്ന് പറയുന്ന വാഹനം. കൊറോള ആയിരുന്നു, പിന്നീടാണ് അൾട്ടീസ് ആയിട്ട് മാറിയത്. ഈ കൊറോള എന്ന് പറയുമ്പോൾ അൾട്ടീസ് അതിൻ്റെ തുമ്പിൽ വന്നു പോവാണ്. ടൊയോട്ടയിൽ ഏറ്റവും ഒരു കൊമ്പന്മാരിൽ എന്ന് പറയുന്ന ഇന്നോവ, ഫോർച്യൂണർ എന്നൊക്കെ പറയുന്ന ആ കൊമ്പന്മാരിൽ സെഡാൻ ടൈപ്പിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സെഡാൻ ടൈപ്പിലെ കൊമ്പൻ എന്നതെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനമാണ് അൾട്ടീസ്. 2014 മുതലാണ് ഈ ടൈപ്പ് വരുന്നത്. 2017 വരെ ഈ ലൈറ്റും ഈ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ വരുന്നു. 2017 ശേഷം ഇത് ഒന്നുകൂടെ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിങ്ങാണ്ട് ഹെഡ്ലൈറ്റ് കുറച്ച് വലിപ്പം കാര്യങ്ങളൊക്കെ കൂടിങ്ങാണ്ടാണ് ഇത് മാറി വരുന്നത്. ഇത് 2016 മോഡൽ 17 രജിസ്ട്രേഷൻ വരുന്ന ഒരു അടിപൊളി കിടുക്കാച്ചി വാഹനമാണ്. ജെ ഓപ്ഷനിൽ വരുന്ന റീ രജിസ്ട്രേഷൻ ആയ ഏകദേശം 3-4 വർഷത്തിന് മുൻപൊക്കെ ആയ കുറച്ച് മുൻപ് KL 10 മലപ്പുറം രജിസ്ട്രേഷനിലേക്ക് മാറിയ ഒരു നല്ലൊരു വാഹനമാണ്. മേജർ റീപ്ലേസ്മെൻറ്റോ മൈനർ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിങ്ങാണ്ട് കേട്ടോ, ഇൻറ്റീരിയർ അതുപോലെ എല്ലാ കാര്യങ്ങളും ഇതിൽ എന്തൊക്കെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നൊക്കെ ഉൾപ്പെടുത്തിങ്ങാണ്ട് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഓരോരോ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ സൈഡ് ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മേജറായിട്ടില്ലേ ഒരു തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. വണ്ടി വന്ന ആ പാടിൽ തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. കൂടുതലൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇത് വണ്ടി തരുമ്പോൾ സർവീസ് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്ത് പക്കാക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ 2014 ജെ ഓപ്ഷനാണ് വരുന്നത്. ഏറ്റവും ബേസ് മോഡൽ ഓപ്ഷനാണ് വരുന്നത്. അതിൽ നമുക്ക് അലോയ് വീലോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ്റെ അലോയ് വീലും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഏകദേശം ഒരു 70% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 90% ബാക്ക് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഇനിയിപ്പോൾ ഓരോ ഭാഗങ്ങൾ ഡോർ സൈഡ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഡോർ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീപ്ലേസ് എങ്ങനെ തിരിച്ചറിയാം, എല്ലാ വീഡിയോയിലും ഞാൻ എടുത്ത് പറയുന്നുണ്ട് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ ഒരു വാഹനം എടുക്കാൻ പോകുമ്പോൾ അതിന് പറ്റിയൊരു വണ്ടി ഇപ്പോൾ റീപ്ലേസ് ഇല്ലൊരു വണ്ടി നമ്മളടുത്ത് വന്നിട്ടില്ല, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ ഉൾപ്പെടുത്തിയാണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി കിടുക്കാച്ചി നിങ്ങളൊരു വാഹനം എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ നമ്മളെ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ട് തന്നെ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഡിക്കി ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു അൾട്ടീസിൻ്റെ കൊറോള അൾട്ടീസ് എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി വലിയൊരു ബ്രേക്ക് ലൈറ്റും ജെ ഓപ്ഷൻ്റെ ജെ ഇവിടെ ഉണ്ട്. പിന്നെ D4D എന്ന് പറഞ്ഞാണ്ട് ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ബ്ലാക്ക് കളറാക്കി അതൊരു എന്താ പറയുക ഒന്ന് സ്മോക്ക് ചെയ്തെങ്ങാണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. കാരണം എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ വണ്ടി അൾട്ടീസാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടി അൾട്ടീസാണ്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഡിക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം ഇത് പേസ്റ്റോ കാര്യങ്ങളോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് നല്ല രീതിയിലൊന്ന് കാണിക്കുന്ന രീതിയിൽ ഒന്നിങ്ങനെ ക്യാമറ ഇങ്ങനെ കൊണ്ടുവന്നേ ഇങ്ങനെ ഈ ഭാഗത്തോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി പേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. സ്റ്റെപ്പിന് ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെ തിരിച്ചറിയാമെന്നൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും നമ്മളെ പെട്രോൾ ടാങ്ക് ഡീസൽ ടാങ്ക് വരുന്നുണ്ട്. ഈ ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിലും റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അടുത്തേക്ക് വന്നതെന്ന് ശരിക്കും നല്ല രീതിയിൽ കണ്ടോട്ടെ. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. അറിയുന്നവർക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എന്നാലും നമ്മൾ എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. വണ്ടി ഏതാണെന്നുണ്ടെങ്കിലും തരാം. ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്ന
അത്യാവശ്യം നല്ല ഒരു പ്രീമിയം കാറ്റഗറിയിൽ നിന്ന് വിശേഷിപ്പിക്കാവുന്ന വണ്ടികളിലാണ്. ഇപ്പോൾ ടയോട്ടയിൽ തന്നെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ്. ലക്ഷറി ടാക്സ് ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്തുനിന്ന് എടുത്ത് ഇങ്ങോട്ട് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷറി ടാക്സും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത്. കാരണം ഒരു ലക്ഷറി വണ്ടി തന്നെയാണ് ഈ ടയോട്ട അൾട്ടീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലോ ഉഷാറാണ്. പിന്നെ നമ്മൾ ബംഗാളികളെ പണിയെടുപ്പിക്കുക എന്ന് പറയുന്നത്, ബംഗാളികളെ നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുക്കൂലേ, ഒരു പണിയെടുക്കും. ഇന്ന് അതിനനുസരിച്ചുള്ള കൂലി ഒലിക്കുണ്ടാവില്ല. അതുപോലെയാണ് ഇവന് അങ്ങനെ ഓടും. ഇനി 8-10 ലക്ഷമൊക്കെ വേണമെങ്കിൽ ഓന് സുഖസുന്ദരമായിട്ട് ഓടും. പക്ഷെ അതിൻ്റെ ആയിട്ടൊരു കുലുക്കം ടയോട്ടൻ്റെ വണ്ടിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, 2016 മോഡൽ 17 രജിസ്ട്രേഷനിൽ ഈ വാഹനം ഓടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,45,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. പുറത്തുനിന്ന് വന്ന വാഹനമാണ്. പിന്നെ മേജറായിട്ടുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ചെറിയൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള എന്തുവരും ചെറിയ രീതിയിലുള്ള പണികളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ടി വരും. ഇപ്പോൾ ഓയിൽ മാറുക, ഓയിൽ ഫിൽറ്റർ മാറുക, എന്നാലുള്ള വണ്ടി നമ്മളെ കയ്യിൽ ഒതുങ്ങുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ കാണേണ്ടി വരും. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് പറയുകയും ചെയ്യും. പിന്നെ നിങ്ങളൊരു വാഹനം എടുക്കാൻ വരുമ്പോൾ നിങ്ങളെ കൊണ്ട് പോയാണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് ചെക്ക് ചെയ്യണമെന്നുണ്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി നിങ്ങളെ കൂടെ വന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് മാത്രമേ ഉള്ളൂ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു വിടുള്ളൂ. ഈ മൈലേജിൻ്റെ കാര്യം പറയാം, വിശ്വസിക്കോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ഉപയോഗിക്കുന്നത് ഒരു 320D ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് BMW. അതിൽ നിന്ന് മാറിയിട്ട് ഞാൻ എടുത്ത വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടീസാണ്. അൾട്ടീസ് എനിക്ക് ഏകദേശം 24 എറണാകുളം വരെ ഞാൻ നമ്മുടെ വണ്ടിയും കൊണ്ട് പോയപ്പോൾ അറിയുന്നവർക്കറിയാം ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ഏതാണെന്ന്. അപ്പം എറണാകുളം വരെ പോയപ്പോൾ 24ഓളം എനിക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. എനിക്ക് എത്രത്തോളം മീറ്ററിൽ കാണിച്ചതാണ്, എത്രത്തോളം ജെനുവിനാണെന്ന് എനിക്കറിയില്ല. കാരണം എന്തായാലും ഏകദേശം എനിക്ക് ആ മൈലേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു ലോക്കൽ ഓട്ടോക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർത്തിയല്ലേ ഓടുക. ഗിയറൊന്നും അതൊന്നും മാറാനില്ല ടൈം നമുക്ക് കിട്ടില്ലല്ലോ നാട്ടിൽ കൂടി ഓടുമ്പോൾ. അത് മാത്രമല്ല നമ്മളെ നാട്ടിലെ റോഡുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഉഷാറായതുകൊണ്ടും നമുക്ക് ഗിയർ മാറാൻ സമയം കിട്ടില്ല. അപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15 ഒക്കെ മൈലേജ് നമുക്ക് 15-16 വരെ നമുക്ക് മൈലേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് പോകാം. ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ ഡോറിൻ്റെ സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല. ഒന്ന് പോളിഷ് ചെയ്യുമ്പോൾ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു വണ്ടിയാണ്. കാരണം ഒരു വണ്ടി പോളിഷ് ചെയ്താൽ വൃത്തിയാവണമെന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് ഒരു ക്വാളിറ്റി വേണം. ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ എത്ര ചെയ്താലും വൃത്തി ഉണ്ടാവുള്ളൂ. ഇത് ഒന്ന് അടിപൊളിയായിട്ടൊന്ന് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുത്തൻ വണ്ടി പോലെ ഉണ്ടാകും. ഇപ്പോൾ 2 ബ്ലാക്ക് ബീച്ച് കളറിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഡോർ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4 ഡോർ പവർ വിൻഡോൻ്റെ ബട്ടന് കാര്യങ്ങളുണ്ടാവും. അതുപോലെ നമ്മളെ സെൻട്രൽ ലോക്കിൻ്റെ ബട്ടന് കാര്യങ്ങൾ, അതുപോലെ നമ്മളെ പവർ വിൻഡോൻ്റെ ലോക്ക് ബട്ടന് പവർ വിൻഡോൻ്റെ ലോക്ക് ബട്ടന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ നമ്മുടെ അൾട്ടീസിൻ്റെ ചാവി വരുന്നത്. ഇതിൽ ലോക്ക്, അൺലോക്ക്, ഡിക്ക് അതിലെ ബട്ടണുകളാണ്. ഇത് പിന്നെ ഇങ്ങനെ നമ്മളെ പണ്ട് ഇങ്ങനെ പേനാക്കത്തി എന്നൊക്കെ പറയുന്നത് അങ്ങനെ സാധനം ഉണ്ടായില്ലേ, അതേമാതിരി തുറക്കാനടക്കാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിറർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ ലൈറ്റിൻ്റെ സെറ്റപ്പ് ഇതൊന്നും എടുത്ത് പറയേണ്ട കാര്യമല്ലല്ലോ. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, സീറ്റ് നമുക്ക് ഹൈറ്റ് കൂട്ടാൻ ഹൈറ്റ് കുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 4 AC വെൻറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിലെനിക്ക് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എനിക്ക് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഈ ഒരു AC വെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ചൊറുക്കാക്കായിരുന്നു എന്ന് എനിക്കൊരു തോന്നൽ, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് AC വെൻറ്റ് മാത്രമുള്ളൊരു ബോറായിട്ടൊരു തോന്നിയുള്ളൂ. ഒന്നുകൂടെ ഒക്കെ വരായിരുന്നു. ഇതൊരു കുറച്ചിങ്ങനെ കുറച്ച് ഉള്ളിൽ കുറേ ഹോള് നിൽക്കുന്ന പോലെ ശരിക്കാണ് തോന്നും. ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഫീൽ ചെയ്യൂല. അപ്പോൾ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തള്ളണില്ല. ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല നല്ലൊരു വാഹനമാണ്. അതുപോലെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ AC കൺട്രോൾ കാര്യങ്ങൾ, അതുപോലെ AC ബട്ടന് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മളെ ചാർജിങ് പോർട്ട് കാര്യങ്ങൾ. ഗിയർ ആണെന്നുണ്ടെങ്കിൽ 6 ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. അതുപോലെ ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും ഈ ബീജ് കളറ്, ബ്ലാക്ക്, ഒരു സിൽവർ ഇതൊക്കെ വന്നിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു അടിപൊളി ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ വ്യക്തമാവുന്നില്ല ആഫ്താബോ? അപ്പോൾ നല്ലൊരു അടിപൊളി സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എ സിയും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റില്ല, ഞാൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇത് അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളൊരു വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് വണ്ടി തരാം കേട്ടോ. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഡ്രൈവിംഗ് സീറ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് ഡ്രൈവിംഗ് സീറ്റിൽ ചെറിയൊരു പരിക്കുകൾ കാര്യങ്ങളുണ്ട് എന്നല്ലാതെ പിന്നെ ഇതൊക്കെ എക്സ്ട്രാ ഒരു വെച്ചതാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, ഉപയോഗിക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ എപ്പോഴും പറയുന്ന പോലെ ചെറിയൊരു പരിക്കുകളുണ്ട് നല്ല, ബാക്കിയുള്ള എല്ലാ സീറ്റുകളും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഈ സീറ്റ് ഇങ്ങനെ ഇടാൻ കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ലെഗ് സ്പേസും കൂടെ മനസ്സിലാവാൻ വേണ്ടി. ബാക്ക് ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു കുറവ് എന്ന് പറയാൻ എ സി വെൻറ്റ് കാര്യങ്ങളൊക്കെ ബേസ് മോഡലിൽ തന്നെ അവർക്ക് കൊടുക്കാമായിരുന്നു. പക്ഷേ അന്ന് 2014 ഈ മോഡൽ ഇറങ്ങുന്നത്. 2014 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ ബേസിക് ആയിട്ടുള്ള ABS, എയർ ബ്രേക്ക്, ABS, അതുപോലെ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഒന്ന് മേലക്കൊന്ന് കാണിച്ചേ. അത്യാവശ്യം നല്ല വൃത്തിയിലുള്ള മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. ഈ ബാക്ക് സീറ്റ് കവറും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല അത്യാവശ്യം വൃത്തിയുണ്ട്. അതുപോലെ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും കൂടെ നമുക്ക് അടിപൊളിയാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലെതർ സീറ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും. നല്ല നമ്മളെ വണ്ടിയിൽ ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം, അതുകൊണ്ട് ഏറ്റെടുത്ത് പറഞ്ഞത്. പിന്നെ അതാ നമ്മളിവിടെ ഒരു ബോട്ടിലും ഒക്കെ വെക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. ലോങ് യാത്രക്ക് അത്യാവശ്യം നല്ല കംഫേർട്ട് വരുന്നൊരു വാഹനമാണ്. ഞാൻ ഓടിച്ചിട്ടുമുണ്ട്, പുറകിലും ഇരുന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് എടുത്ത് പറയുന്നത്. പിന്നെ ലെഗ് സ്പേസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സീറ്റ് ഇട്ടേക്കുന്ന ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ്. അപ്പോൾ എത്രത്തോളം ഇതുണ്ടെന്ന് ഇപ്പോൾ ഏറ്റവും ഫ്രണ്ടിലായതുകൊണ്ടാണ് ഇത്ര ഡിസ്റ്റൻസ്. ഇത് ഏറ്റവും പുറകിലുമാണ് ഇട്ടിട്ടുള്ളത്. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും പുറകിലുമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് 5.5 ഹൈറ്റ് ഉള്ളതാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനം തന്നെയാണ്. ഡിക്കി സ്പേസ് ആണെന്നുണ്ടെങ്കിലോ, ഡിക്കി ആണെന്നുണ്ടെങ്കിൽ എടുത്ത് പറയേണ്ടതാണ്, അത്യാവശ്യം ഒരു ലോകം തന്നെ അതിനുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതിലേറെ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു വാഹനം, കാർ ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ വാഹനം കൊടുക്കാനോ അതേമാതിരി നിങ്ങൾക്ക് വണ്ടി എടുക്കാനോ ഒക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഒരു വാഹനം എടുക്കാൻ പോയി, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരും കേട്ടോ. അല്ലാതെ നമ്മളെടുത്തില്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെടുത്തുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നൊന്നും അങ്ങനെയൊന്നും കരുതണ്ട. ഇത് നമ്മളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടണം. അല്ലാതെ ഒരു വണ്ടി കച്ചവടം എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു മെസ്സേജ് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമ്മളെ വീഡിയോയിൽ കണ്ടുകൊണ്ട് ഈ വണ്ടിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് വണ്ടി എടുക്കാം നമുക്ക്. അപ്പോൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ വാഹനത്തിന് ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 8.5 ലക്ഷം. ഒരു സുഖം കിട്ടണില്ലല്ലോ. 7,70,000 അതൊരു സുഖം. 7.25 ലക്ഷം ഉറുപ്പ്യാണ് നമ്മളിതിന് ഇവിടെ ചോദിക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ ആളുകൾക്ക് എന്ത് ചെയ്യും, 7.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. നിങ്ങളെല്ലായിടത്തും അന്വേഷിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ റേറ്റ് നിങ്ങൾക്ക് കുറവാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. 2016 മോഡൽ 17 രജിസ്ട്രേഷനില്ല അൾട്ടീസ് J ഓപ്ഷൻ വരുന്നത് നിങ്ങൾക്ക് നമ്മൾ തരുന്നതെന്ന് പറഞ്ഞാൽ വെറും 7.5 ലക്ഷം രൂപക്കാണ്. ഒരു ഡീലർക്ക് എടുക്കുകയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഗ്യാപ്പുള്ള ഒരു വാഹനം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന വണ്ടികൾ കൂടുതൽ നമ്മൾ ഡീലർമാർക്ക് കൊടുക്കാറില്ല, കൂടുതലും പാർട്ടിക്കാണ് കൊടുക്കാറ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ പറയുകയാണെന്ന് കരുതിയിട്ട് ആളുകൾ ചിലപ്പോൾ അങ്ങനെ പറയുമല്ലോ, നമ്മൾ അത്രയും വില കുറച്ചും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആളുകൾ എന്ത് കരുതും, വെറുതെ വീഡിയോ ഇടുകയാണെന്ന് കരുതും. ആ തോന്നലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് മാത്രമേ കൊടുക്കാറുള്ളൂ. ഇത് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും വരാം. ഇപ്പോൾ ഡീലർക്കാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഒരു പാർട്ടി ഉപയോഗിക്കാനുള്ളവർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ പറ്റുന്നൊരു വാഹനം തന്നെയാണ്. പിന്നെ
പ്രീമിയം കാറ്റഗറിയിൽ നിന്ന് വരുമ്പോൾ വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചില പാർട്സുകൾക്ക് അതിൻ്റേതായിട്ടുള്ള റേറ്റും കാര്യങ്ങളും വരികയും ചെയ്യും. അത് ഞാൻ എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നവർക്ക് അറിയാം ചില പാർട്സുകൾക്ക് അതിൻ്റേതായിട്ടുള്ള റേറ്റും കാര്യങ്ങളും വരുന്നതുമാണ്. ഏകദേശം 15 ലക്ഷം മുതൽ 18 ലക്ഷം രൂപ വരെ വില വന്നിരുന്ന വാഹനമായിരുന്നു കേട്ടോ ഈ വാഹനം. 2015 18 ലക്ഷം രൂപ വരെ വില വന്നിരുന്നു. 15 മുതൽ ടു 18 ലക്ഷം രൂപ വരെ വില വന്നിരുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കാറ്റഗറി പ്രീമിയം എന്നുള്ള കാറ്റഗറിയിൽ തന്നെ വരും. പക്ഷേ പ്രീമിയം കാറ്റഗറിയിൽ വരുമ്പോൾ ഒരു ബെൻസ് BMW ഒക്കെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന വാഹനമാണ്. അത്രയൊന്നും മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നുമില്ല. മൈലേജ് ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ശരിയാക്കാം. ഒരു പ്രീമിയം കാറ്റഗറിയിൽ തന്നെ ബെൻസ് BM ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു വർക്ക്ഷോപ്പ് കയറ്റിയാണ്ട് നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. പക്ഷേ ഈ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കാൻ പറ്റും. പിന്നെ ടൊയോട്ട എന്ന് പറയുന്ന വാഹനം തന്നെ ആയതുകൊണ്ട് തന്നെ എൻജിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കണ പറയുന്ന പോലെ തന്നെ ഇതിന് വേണ്ടത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പട്ടിയാളമാതിരി പണിയെടുക്കും. നമ്മൾ ബംഗാളികളോട് പറയുന്നവർ ഓർക്ക് ചെറിയ പൈസയും കൂടുതൽ പണിയല്ലേ, അതേമാതിരി തന്നെ നല്ല രീതിയിൽ അങ്ങനെ ഓടിക്കോളും. നമ്മളടുത്ത് തന്നെ നമ്മളൊരു സഹോദര സ്ഥാപനമായിട്ടുള്ള ആ സ്ഥാപനത്തിൽ തന്നെ ഏകദേശം 8 ലക്ഷം കിലോമീറ്ററിൻ്റെ മേലെ ഓടിയ ഇന്നോവയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. എന്നിട്ടും അതിൻ്റെ ഒരു നോയ്സ് പോലും മാറിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ 1,45,000 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ടയോട്ടനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താ പറയുക, ആനവായിൽ അമ്പായങ്ങ എന്നൊക്കെ പറയുന്നത് ചെറിയൊരു സംഭവമാണത്. അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. ആ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ തന്നെ നമ്മളെ ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് കൂടാൻ മറക്കരുത്. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് പറയാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ ഇതുപോലെ തന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും എടുത്ത് പറയണം. എന്തെങ്കിലും കുറവുകളോ നല്ലതോ എന്തുണ്ടെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം. കാരണം നിങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കും അടുത്ത വീഡിയോ എന്നല്ല അങ്ങോട്ടുള്ള എല്ലാ വീഡിയോവും വരിക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല വണ്ടികൾ നല്ല ഓഫർ പ്രൈസിലുള്ള വണ്ടികളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്.